ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അച്ചമ്മയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ വയ്യാകിയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഈ സമയത്താണെങ്കിലും നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും വിവാഹം നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ടെൻഷനിലും അതുപോലെ തന്നെ പിണക്കത്തിലും ഒക്കെയാണ്. അപ്പോൾ രേവതിയാണ് ഇതിനൊക്കെ കൂട്ടുനിന്നതെന്നും ശ്രീകാന്തും വർഷയും തമ്മിൽ കല്യാണത്തിന് സാക്ഷിയായിട്ട് ഒപ്പിട്ടത് രേവതിയാണ് എന്ന് ഉള്ള കാര്യമൊക്കെ അറിഞ്ഞ് സച്ചിയാണെങ്കിൽ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ അതിൻ്റെ പേരിൽ നമ്മുടെ വർഷയുടെ അച്ഛനാണെങ്കിലും രവിയെ പിടിച്ച് ജയിലിലിടുകയും ചെയ്തു. അപ്പം ഇതൊക്കെ കൂടെ ആകുമ്പോഴത്തേക്കിന് സച്ചിക്കാണെങ്കിൽ രേവതിയോടുള്ള ദേഷ്യം ഇരട്ടിയാകുക. ശരിക്കും പറഞ്ഞാൽ മുൻകോപം കുറച്ച് കൂടിയ കൂട്ടത്തിലാണല്ലോ സച്ചി. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴാണ് നമ്മുടെ അച്ചമ്മയ്ക്ക് വയ്യ എന്നും പറഞ്ഞ് നാട്ടിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നത്. ഈ കോള് വന്നതും സച്ചിക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിക്കെ പുറതെയില്ല. അപ്പം രേവതിക്കാണെങ്കിലും അവൾക്കും സമാധാനം ഇല്ല. അങ്ങനെ നമ്മുടെ രവി ആണെങ്കിൽ ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ്. പുള്ളിക്കാരന് വയ്യാതെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ മക്കളെ, നിങ്ങൾ ഇപ്പം തന്നെ അമ്മയുടെ അടുത്തേക്ക് പോകണം. അമ്മയുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. എന്തായാലും അമ്മയുടെ ഒപ്പം നീ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് സച്ചിയെയും രേവതിയെയും കൂടെ ബസ് കയറ്റി വിടുകയാണ് രവി. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴാണെങ്കിലും ചന്ദ്രമതി ഇങ്ങനെ ആലോചിക്കുക, അമ്മയ്ക്ക് വയ്യ, ഇനി അവരെങ്ങാനും ചത്തുപോയി കഴിഞ്ഞാൽ സ്വത്തുക്കളൊക്കെ ആരുടെ പേരിലേക്ക് വരും? സച്ചിയാണ് അവർക്ക് ഏറ്റവും അധികം ഇഷ്ടം. പക്ഷേ അവർ തന്നൊരു വാക്കുണ്ട്. ആ വാക്ക് എൻ്റെ സുധിയും ശ്രുതിയും കൂടെ നിറവേറ്റി കഴിഞ്ഞാൽ ആ സ്വത്തുക്കൾ മുഴുവനും എൻ്റെ മകൻ്റെ പേരിലേക്ക് വരും. അതിന് വേണ്ടുന്ന ചില ഉടായ്പ പരിപാടികളൊക്കെ നമ്മുടെ ചന്ദ്രമതി വീട്ടിലിറക്കുകയാണ്. അപ്പോൾ ശ്രുതിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, മോളെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞ് ജനിക്കണം. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. ഈ അമ്മ പറയുന്നതൊക്കെ മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം എല്ലാം മനസ്സിലാവുന്നുണ്ടെന്നുള്ള രീതിയിൽ ശ്രുതി ഇങ്ങനെ തല കുലുക്കുകയാണ്. പിന്നീടാണെങ്കിലോ അച്ചമ്മയുടെ വീട്ടിലെത്തിയ സച്ചിയെയും രേവതിയെയും കാണിക്കുകയാണ്. അപ്പം അവരാണെങ്കിലോ തൻ്റെ അച്ചമ്മയ്ക്ക് ഇത്ര കണ്ട് വയ്യായിക വന്നപ്പോഴത്തേക്കിനും അടുത്തെത്താൻ സാധിച്ചല്ലോ, അതിൻ്റെ ഒരു ആശ്വാസമൊക്കെ നമ്മുടെ രേവതിക്കുണ്ട്. അച്ചമ്മയ്ക്ക് എന്താ അച്ചമ്മയെ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പം അച്ചമ്മയാണെങ്കിലോ, മോളെ ഒന്നും പറയണ്ട മോളെ, കുറച്ച് ദിവസമായി അച്ചമ്മയ്ക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. ഇനി നിങ്ങളുടെ അച്ചച്ചൻ്റെ അടുത്തേക്ക് പോവേണ്ട സമയമായോന്ന് പോലും അച്ചമ്മയ്ക്ക് തോന്നി തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പം അച്ചമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ രേവതിക്ക് നല്ല വിഷമമായിട്ടോ. രേവതി പറയുന്നുണ്ട്, അച്ചമ്മ അങ്ങനെയൊന്നും പറയല്ലേ അച്ചമ്മ, അച്ചമ്മ എന്നും ഞങ്ങളുടെ ഒപ്പം തന്നെ വേണം. സച്ചിയാണെങ്കിലും അച്ചമ്മയുടെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടപ്പോഴത്തേക്കിനും പൊട്ടിക്കരയാണ്. അങ്ങനെ അച്ചമ്മയാണെങ്കിൽ ചുമച്ചും അങ്ങനെ ഒമിറ്റ് ചെയ്തുമൊക്കെ അച്ചമ്മയ്ക്ക് വല്ലാത്തൊരു ക്ഷീണമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി നമ്മുടെ രേവതിയാണ് അച്ചമ്മയുടെ റൂമിൽ കിടക്കുന്നത്. അപ്പം അച്ചമ്മയ്ക്ക് രാത്രി ഒരു ക്ഷീണം ഉണ്ടാകുന്നു. ആ ഒരു ക്ഷീണം അച്ചമ്മ പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. അങ്ങനെ സച്ചിയെ വിളിച്ച് രേവതിയാണെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങോട്ട് ഓടി വരുമോ എന്ന് ചോദിക്കുമ്പം അച്ചമ്മ വളരെയധികം അവശതയിൽ കിടക്കുകയാണ്. അങ്ങനെ അച്ചമ്മയോട് വിവരങ്ങളൊക്കെ ചോദിക്കുമ്പം അച്ചമ്മ പറഞ്ഞു, മോനെ എന്നെ ആശുപത്രിയിലൊന്നും കൊണ്ടുപോകണ്ട. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, നിങ്ങൾ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നെ, എനിക്ക് ഈ സ്നേഹം മാത്രം മതി, നിങ്ങളുടെ ഈ കളങ്കം ഇല്ലാത്ത സ്നേഹം. പിന്നെ സച്ചി, നിന്റെ മുൻകോപമൊക്കെ നീ കുറക്കണം. എൻ്റെ രേവതി മോൾക്ക് നീ മാത്രമേ ഉള്ളൂ. അച്ചമ്മ ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നും പറഞ്ഞു. അപ്പം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ സ്വപ്നത്തിൽ നമ്മുടെ അച്ചമ്മയ്ക്ക് ഒരു അപകടം സംഭവിക്കുന്നതായിട്ട് കാണുകയാണ്. അച്ചമ്മ പെട്ടെന്ന് തട്ടിപ്പോയതായിട്ടും അച്ചമ്മയുടെ സ്വത്തുക്കൾ മുഴുവനും രേവതിക്കും സച്ചിക്കും വന്നു ചേരുന്നതായിട്ടും ഇതൊക്കെ കണ്ട് ഞെട്ടി എഴുന്നേറ്റ് ചന്ദ്രമതി ബഹളം വെക്കാൻ തുടങ്ങി. ഇല്ല, എൻ്റെ ശ്രുതിയും ഒക്കെ ഉണ്ട്, അവർക്ക് മാത്രമേ ഈ സ്വത്തുക്കൾ കൊടുക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഉറക്കത്തി എഴുന്നേറ്റ് പിച്ചുമ്പയും പറയുന്ന ചന്ദ്രയുടെ അടുത്തേക്ക് രവി വരികയാണ്. അത് ചന്ദ്ര, നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് തട്ടി വിളിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ആണെങ്കിലോ, അല്ല നിങ്ങളുടെ അമ്മ മരിച്ചു പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. എടി നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നും ചോദിച്ച് ചന്ദ്രയോട് ദേഷ്യപ്പെടുകയാണ് നമ്മുടെ രവി. ഈ സമയമാണ് നമ്മുടെ അച്ചമ്മ സകല കാര്യങ്ങളും തൻ്റെ കൊച്ചുമകനെയും കൊച്ചുമകളെയും പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. മോളെ രേവതി, അച്ചമ്മയുടെ കാലശേഷം മോള് വേണം ഈ വീടും ഈ പറമ്പും ഈ എൻ്റെ എല്ലാ സാധനങ്ങളും നോക്കി നടത്താനായിട്ട്. എൻ്റെ മോളെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. എൻ്റെ സച്ചിയെ നീ വേണം നോക്കാൻ. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നത് കാണണമെന്നൊക്കെ അച്ചമ്മയ്ക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ വലിയ കാര്യത്തിന് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു, അതിന് അച്ചമ്മ ഇപ്പം എങ്ങോട്ടാ പോകുന്നത്? മോനെ, അച്ചമ്മയ്ക്ക് തീരെ വയ്യടാ. അച്ചമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സകല സ്വത്തുക്കളും എൻ്റെ രേവതിയുടെ പേരിലേക്ക് ഞാൻ മാറ്റിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതി പറഞ്ഞു, അച്ചമ്മയുടെ സ്വത്തുക്കളൊന്നും അല്ല ഞങ്ങൾക്ക് വേണ്ടത്,
അച്ചമ്മയുടെ സ്നേഹം മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ കരയാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അച്ചമ്മ പറഞ്ഞു, മോളെ എത്ര കാലം ഇനി എനിക്ക് ആയുസുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മോൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് പറഞ്ഞ് അങ്ങനെ രേവതിയെ ആശ്വസിപ്പിക്കുകയാണ്. സച്ചി പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ചമ്മയും വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടി. അങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ ഒരുവിധം നോർമലായി വരുന്ന ആ ഒരു സമയത്താണെങ്കിലും ചന്ദ്രമതിക്ക് ഇരുന്നിട്ട് ഇരിക്കപ്പുറതിയില്ല. അവിടുത്തെ വിവരങ്ങളൊക്കെ എന്തായി എന്ന് അറിയാഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ല. ഇനി സ്വപ്നത്തിലെങ്ങാനും കണ്ടതുപോലെ സച്ചിക്കും രേവതിക്കും അച്ചാമ്മ സ്വത്തുക്കളൊക്കെ എഴുതി കൊടുത്തോ എന്നുള്ള ടെൻഷനിൽ ഇരിക്കുന്ന ചന്ദ്രയെ കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. എന്തായാലും ദൈവാധീനം മൂലം നമ്മുടെ അച്ചമ്മ തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് കാണിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിശേഷം ഇനി ഇതിൻ്റെ ബാക്കി കഥകളുമായിട്ട് എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരുന്ന് കാണുക. താങ്ക്